ഓണത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായ വിതരണങ്ങൾ ആരംഭിക്കുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് വലിയൊരു ആനുകൂല്യ വിതരണമാണ്. ഇത്തവണയും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ്. നിലവിൽ 2026 ജൂൺ മാസം വരെ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 2000 രൂപ എന്നുള്ളത് 3000 രൂപ അടിസ്ഥാന പെൻഷൻ ഇനത്തിലേക്ക് ഉയർത്തി ഉടൻ തന്നെ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചിരിക്കുകയാണ്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി 3000 രൂപയിലേക്ക് ഉയർത്തുമെന്ന് നേരത്തെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അടിസ്ഥാന പെൻഷൻ 1000 രൂപ വീതം വർദ്ധിപ്പിച്ച് പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. ക്ഷേമ പെൻഷന് പുറമെ ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുൻകൂർ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ തുകയിൽ 25% വരെ വർധനവുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. എന്നാൽ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിനോടനുബന്ധിച്ച് പരിശോധനകൾ കൂടി കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും AC ഉള്ള വീടുകളിൽ ക്ഷേമ പെൻഷൻ ഇല്ലേ എന്നുള്ളത് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൂടി സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായമായ PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 27 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾ വീണ്ടും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് ഗുണഭോക്താക്കൾക്ക് ഈ KYC പൂർത്തിയാക്കാം. 2018 വർഷം മുതൽ സ്വന്തമായി കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. 2018 കരമടച്ച രസീതിന്റെ കോപ്പി ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. കരമടച്ച രസീതിനൊപ്പം റേഷൻ കാർഡിന്റെ പകർപ്പ്, രജിസ്റ്റേർഡ് ആയ മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഉപയോഗിച്ച് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 24ാം ഗഡുവായ 2000 രൂപ വീതം വിതരണം ആരംഭിക്കും. ഓണത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ ഉൾപ്പെടെ പരമാവധി 5000 രൂപ വീതമാണ് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുക. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.